Smita Sadish. Smita. Yes, good morning. Microphone വാങ്ങാൻ പറ്റില്ല. Smita. Yes, sir. Yes, how are you? Fine. Okay. Yes. Then ചുമേണ അതെ. സാധാരണ സംസാരിക്കാൻ പറ്റാത്ത പനി. പനി. എടുത്തോളൂ, കുഴപ്പമില്ല. ഞാൻ കുറച്ചു നേരം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടാണ് സ്കൂളിൽ വിളിച്ചത്. എഴുതാൻ പറ്റുമോ സ്മിത? കുഴപ്പമില്ല അല്ലേ? യെസ്. ഓക്കെ. അപ്പോ ഞാനത് വാചകം പറയുന്നു. ശരി. They had mistaken 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 you. Why you? They had mistaken you. Okay. This is they had mistaken you. അതിന് പാസീവ് വോയിസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇതിന്റെ പാസീവ് വോയിസ് എഴുതാൻ പറ്റും. ഒരു മിനിറ്റ്, എന്റെ പേപ്പർ എടുക്കട്ടെ. Yes, they had mistaken you. ഇത് പാസീവ് വോയിസ് എഴുതാൻ അറിയാമോ സ്മിതക്ക്? ഇല്ല സർ, കേട്ടില്ല. അറിഞ്ഞൂടാ. യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനൊക്കെ എളുപ്പമുള്ള അതങ്ങനെ വിട്ടേ. വേറെ ഒന്നും പറയും. We eat
ചിക്കൻ ബിരിയാണി. We eat chicken biryani. We eat chicken biryani. Yes. ഇതിന് എഴുതാമോ? അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞാൽ. Yes. നോക്കേണ്ടത് ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഏതാണെന്ന് നോക്കാം. അപ്പൊ ഈറ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ്. ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസന്റ് ടെൻസ് ആണ്. അത് പ്രസന്റ് ടെൻസ് ആണ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. യെസ്, ഈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈ ഈറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഈറ്റ്. അപ്പൊ ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് പ്രസന്റ് ആണെങ്കിൽ ആ വാചകം സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലുള്ള വാചകമാണെന്നാണ് പറയുന്നത്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലുള്ള വാചകം. യെസ്, സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലാണ്. യെസ്, അങ്ങനെ ഇത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഇതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എഴുതും. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ എന്റെ അടിയിൽ എഴുതിയിട്ട് OBJECT ഒബ്ജക്റ്റ്, OBJECT ഒബ്ജക്റ്റ് പ്ലസ് ഇടാം. ഈസ് ഒരു സ്ലാഷ് വരയ്ക്കുക. ആം ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നുള്ളതിന്റെ ഷോർട്ട് ആയിട്ടാണ് ഈസ് ആം ആർ എന്ന് എഴുതിയത്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. പിന്നെ പ്ലസ് ബി വെർബ് എന്നുള്ളതിന്റെ ബി എന്നിട ബി. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം ആ ബിയുടെ ബ്രാക്കറ്റിൽ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം PP. അപ്പൊ ഞാനൊന്നും കൂടി പറയാം. ആദ്യം ഓബ്ജക്റ്റ് എഴുതി, പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ പിന്നെ വെർബ് എഴുതി. വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസ് എഴുതുന്നത്. അതാണ് അതിന്റെ രീതി. യെസ്, അപ്പൊ ഈ വാചകത്തില് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാചകത്തോട് we can ask two questions. രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഒന്ന് വാട്ട്, രണ്ട് whom ആര്. ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ ആണ് ഓബ്ജക്റ്റ്. whom or what എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. We eat ചിക്കൻ ബിരിയാണി. എന്ത് കഴിക്കുന്നു? ചിക്കൻ ബിരിയാണി. അപ്പൊ ചിക്കൻ ബിരിയാണി എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. അത് ആദ്യം എഴുതി ചിക്കൻ ബിരിയാണി. അപ്പൊ ഓബ്ജക്റ്റ് കിട്ടി. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ചിക്കൻ ബിരിയാണി എന്നല്ലേ, അപ്പൊ ഒരു ചിക്കൻ ബിരിയാണിയിലുള്ളൂ, ഈസ് മതി. ഈസ്. ഇനി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഈറ്റ്. പാസ്റ്റ് ടെൻസ് എയ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ ആണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഈറ്റൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ചിക്കൻ ബിരിയാണി ഈസ് ഈറ്റൻ. അതേപോലെ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തന്നിരിക്കുന്ന വാചകം വി എന്നാണെങ്കിൽ അതിനെ അസ് എന്ന് മാറ്റണം. തന്നിരിക്കുന്ന വാചകത്തിൽ ഐ എന്നാണെങ്കിൽ അതിനെ മീ എന്ന് മാറ്റണം. തന്നിരിക്കുന്ന വാചകത്തിൽ ദേ ആണെങ്കിൽ അതിനെ ദം എന്ന് മാറ്റണം. തന്നിരിക്കുന്ന വാചകത്തിൽ ഹി ആണെങ്കിൽ അതിനെ ഹിസ് എന്ന് മാറ്റണം. തന്നിരിക്കുന്ന വാചകത്തിൽ ഷീ എന്നാണെങ്കിൽ അതിനെ ഹെർ എന്ന് മാറ്റണം. അപ്പൊ ഈ ഒരു മാറ്റം കൂടി വരുത്തണം. അപ്പൊ ഇവിടെ വി അല്ല വന്നേക്കണേ. വി എന്നാകുമ്പോൾ അത് അസ് എന്ന് മാറ്റണം. അസ് എന്ന് മാറ്റണം. തൊട്ട് മുന്നില് ഒരു ബൈ, BY ബൈ എന്ന് വിളിച്ചത്. അപ്പൊ ഈ ആൻസർ എന്ത് വരും? ചിക്കൻ ബിരിയാണി ഈസ് ഈറ്റൻ ബൈ അസ്. പിടികിട്ടിയോ സ്മിത? ഇനി ഇതുപോലത്തെ വാചകം വേറെ പറയാം. ഇനി they love
India. They love India. They love India. Answer ready ആകുമ്പോൾ പറഞ്ഞാൽ മതി ട്ടാ. ആൻസർ ഞാൻ വായിക്കാം. ശരിയാണെന്ന് സ്മിത നോക്കിയാൽ മതി. എഴുതി കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. യെസ്, ഇന്ത്യ ഈസ് ലവ്ഡ് ബൈ ദം. അതാണ് എഴുതി അങ്ങനെ. ഓക്കെ ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. കിട്ടുള്ളൂ. അടുത്തത്. ഓക്കെ സർ. പിന്നെ സ്വസ്ഥയുണ്ട് ഇതാ ചെറുതായി എന്താ സാറ്? ഇല്ല, അസ്വസ്ഥയുണ്ടെന്ന് വെച്ചാൽ ഫിസിക്കലി. യെസ്. അടുത്ത സെന്റൻസ്. ഓക്കെ. He reads, R-E-A-D-S, reads English novels. He reads English novels. സർ. ആൻസർ വായിക്കാം. English novels are read by him. Okay na? Okay. Read by him. English novels അല്ലേ, നോവൽ അല്ലേ? Novels. Okay. Very good. നോവൽസ് എന്ന് പറയുമ്പോൾ ആറ് വരും. നോവൽ ആണെങ്കിലാണ് ഈസ് വരും. ഓക്കെ, അതിനടുത്ത് പറയട്ടെ. They took TW. They took medicine.
Okay, sir. ആൻസർ എന്നിട്ട് Medicine is taken by ആൻസർ them. പറയാമോ? ഇതിനകത്ത് മിസ്റ്റേക്ക് ഇല്ല സ്മിത. Medicine ഞാനിത് is സ്മിത taken by ആലോചിച്ച് ചെയ്യുന്ന them. വിചാരിച്ചിട്ട് വെറുതെട്ടതാണ്. മെഡിസിൻ ഞാൻ പറയാം മ്യൂട്ട് ചെയ്തോ. യെസ്, അതായത് Okay. ഇതിന്റെ അകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളു. യെസ്, ഇതിന്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റൊന്നുമല്ല, കറക്റ്റ് ആണ്. ടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസന്റ് ടെൻസ് അല്ല, അത് പാസ്റ്റ് ടെൻസ് ആണ്. ടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് അല്ല. ദേ ടേക്ക് മെഡിസിൻ എന്നാണ് എഴുതിയിരുന്നെന്നുണ്ടെങ്കിൽ സ്മിത എഴുതിയത് കറക്റ്റ് ആണ്. കാരണം ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആണെങ്കിലാണ് ആദ്യം ഓബ്ജക്റ്റ് എഴുതി പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നത്. പക്ഷെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് ടെൻസ് അല്ല എങ്കിൽ പിന്നെ ഏത് ടെൻസിലാണെന്ന് നോക്കാം. അപ്പൊ ടേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടേക്ക്. ടേക്ക്, ടുക്ക്, ടേക്ക് എന്നാണ്. അപ്പോ ടേക്ക്, ടുക്ക്, ടേക്ക്. യെസ്, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ടുക്ക് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ്. യെസ്, അങ്ങനെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വേറൊരു മെത്തേഡ് ഉപയോഗിക്കണം. ഏതാണ്? അത് എഴുതി വെച്ചു. ഒബ്ജക്റ്റ് പ്ലസ് OBJECT, ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ. വാസ് ഇതിലൊരു സ്ലാഷ് വരച്ചിട്ട് വേറിടാം. വേർ, വാസ് ഓർ വേർ പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം വി, ബ്രാക്കറ്റില് PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം PP. യെസ്, അപ്പൊ നമുക്ക് പറയാം ഒബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് അല്ലെങ്കിൽ വേർ കഴിഞ്ഞ് പിന്നെ വെർബ് എഴുതി ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് നീ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആൾ ഉപയോഗിച്ചാൽ തെറ്റാണ്. കാരണം ഇവിടെ തന്നിരിക്കുന്ന ടുക്ക് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയി. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാചകത്തിന്റെ ടെൻസ് ഏതാണെന്ന് നോക്കിയതിനു ശേഷമേ നമുക്ക് പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറ്റൂ. എല്ലാവരും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാവണമെന്നില്ല. ചിലത് വാസ് അല്ലെങ്കിൽ വേറാവും. അപ്പൊ വാസാണോ വേറെ വേണോ അല്ലെങ്കിൽ ഈസ് വേണോ ആം വേണോ ആറ് വേണോ എന്നുള്ളത് ടെൻസ് നോക്കിയതിനു ശേഷം തീരുമാനിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? മെഡിസിൻ വാസ് ടേക്കൺ ബൈ them. Medicine was taken by them. That is the answer. Medicine was taken by them. Pretty good, Smita. Sir. Yes. അപ്പോ ഓരോ ഒന്നല്ല രണ്ടും തരാം. യെസ്, എനിക്ക് they drank a cup of tea. They drank a cup of tea. അടുത്തത് we taught English. We taught English. We taught English. Bhakta Priya, how are you? I am fine, thank you. Okay, very good, very good, very good. ഞാൻ ഇവിടെ വന്നപ്പോ നോക്കി ഭക്ത പ്രിയ. യെസ്, നമ്മുടെ സ്മിതക്കാണെങ്കിൽ വയ്യ, ചുമയും അസ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുകയാണ്.
ഞങ്ങളിവിടെ ചെറിയ ചെറിയ പാസീവ് വോയിസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്തപ്രിയ. പാസീവ് വോയിസ് ചെയ്യാൻ താല്പര്യമാണോ? പാസീവ് വോയിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. യെസ്. അപ്പൊ സ്മിതയുടെ അത് കഴിയട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാം. രണ്ട് സെന്റൻസ് സ്മിതക്ക് കൊടുത്തിരിക്കുകയാണ്. അത് സ്മിത കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വരണം. യെസ്. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഭക്തിപ്രിയ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്? ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ? എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേ? ഒരു ദിവസത്തെ കാര്യങ്ങൾ, ഡെയിലി റൊട്ടീൻ ചോദിച്ചത്. ഡെയിലി റൊട്ടീൻ ചോദിച്ചത് അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ ഭക്തപ്രിയ, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? My best friend is my parents. My friend is? My parents. Oh, your parents are your best friend. Very good. Yes. After parents and brother, who is your best friend? My best friend is Gauri. Gauri, yes. Yes. But Gauri is your best friend. Then I ask you, who is the best friend of Gauri? I think it's me. Huh? I think it's me. Yes, I think it is you. Very good. Then I ask you, Bhaktapriya, a question. What are the good qualities that you see in Gauri? What are the good qualities that you see in Gauri? ഭക്തപ്രിയയുടെ ഒരു നോട്ടത്തില് ഭക്തപ്രിയ കാണുന്ന ഗൗരിയിൽ കാണുന്ന ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. അത് ഭയങ്കര എക്കോ ഉണ്ടല്ലോ. യെസ്, ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു. It's okay, sir. Okay. No. She care me like a child. Yes. He helps me in all situations. He helped me in all situations. Yes. ആദ്യത്തെ പറഞ്ഞിട്ടില്ലേ സാർ? അത് ഒന്നും കേട്ടില്ല. She care me like a child. Oh, very good. Yes, she cares me like a parent. Okay. പിന്നെ രണ്ട് ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ she is a good listener for me. Yes, good listener. Very good. പിന്നെ സ്മിത കൈവ പറഞ്ഞോട്ടാ. കണ്ടില്ല. ഓക്കെ. അപ്പോ ഭക്തപ്രിയ ആലോചിച്ചോളൂ. വാട്ട് ആർ ദ ഗുഡ് ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ഗൗരി? ഞാനൊന്ന് സ്മിതയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ആദ്യത്തെ എഴുതിയത് they drank a cup of tea എന്നുള്ളതാണ്. അതിന്റെ ആൻസർ
അവര് ഒരു കപ്പ് ചായ കുടിച്ചു. എന്ത് കുടിച്ചു? ഒരു കപ്പ് ചായ. എ കപ്പ് ഓഫ് ടീ, അതാണ് ഓബ്ജക്ട്. എ കപ്പ് ഓഫ് ടീ ഈ ഡ്രാങ്ക് അല്ലേ? എ കപ്പ് ഓഫ് ടീ വാസ് ഡ്രങ്ക്, DRUNK, drunk by them. A cup of tea was drunk by them. അടുത്തത് we taught English. എന്ത് പഠിപ്പിച്ചു? ഇംഗ്ലീഷ് പഠിപ്പിച്ചു. But English was taught. English was taught by us. English was taught by us. ഭക്തപ്രിയ, നമുക്ക് പുതിയൊരു വാചകം ഉണ്ട് കേട്ടോ. എഴുതിക്കോളൂ. She will check, check the mobile. She will check the mobile. Yes, ഇത് ഒരു പുതിയൊരു ടെൻസാണ് സ്മിത. ഇപ്പൊ ഭക്തപ്രിയങ്ങൾ വന്നുകൊണ്ട് പുതിയൊരു ഭക്ത. She will check the mobile. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി, ഷീ ഉണ്ട്, പിന്നെ ഒരു വില്ല് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബാണ്. വെറുതെ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആവുള്ളൂ. അതിന് മുന്നില് വില്ലോ ഷാലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് അല്ല, അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. എന്ത് ടെൻസാണ്? ഫ്യൂച്ചർ, ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ ഷീ വിൽ ചെക്ക് ദ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്യൂച്ചർ ടെൻസ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് ആണ്. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. ഷീ വിൽ ചെക്ക് ദ മൊബൈൽ എന്ന് പറഞ്ഞാല് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ സെന്റൻസിന്റെ ഓബ്ജക്റ്റ് ആദ്യം എഴുതണം. ഓബ്ജക്റ്റ് അപ്പൊ ഭക്തപ്രിയ OBJECT ഓബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ. വില്ല് ഒരു സ്ലാഷ് കളിച്ചിട്ട് ഷാൽ, വില്ല് അല്ലെങ്കിൽ ഷാല് പ്ലസ് BE പ്ലസ് ബി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ബി. വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ബി. അത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ നമുക്കൊന്നുകൂടി പറയാം. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ച് വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി ഒരു ബി ചേർത്ത് പിന്നെ വെർബ് എഴുതി ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞാലാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിന്റെ പാസീവ് വോയിസ് കറക്റ്റ് ആണ്. അപ്പോ ഇവിടെ ഞാൻ നേരത്തെ സ്മിതിനോട് പറഞ്ഞു, ഇപ്പൊ ഭക്തപ്രിയനോടും പറയുന്നത് ഈ വാചകത്തിൽ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ചോദ്യങ്ങളാണ്, ആരെ അല്ലെങ്കിൽ എന്ത്. ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കിട്ടുന്ന വേർഡാണ് ഓബ്ജക്റ്റ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഷീ വിൽ ചെക്ക് മൊബൈൽ, അവള് മൊബൈൽ ചെക്ക് ചെയ്യും. അപ്പൊ ചോദിക്കും ആരെ ചെക്ക് ചെയ്യും? ഉത്തരമില്ല. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം, എന്ത് ചെക്ക് ചെയ്യും? മൊബൈൽ. അപ്പൊ അതെന്താണ്? ഒബ്ജക്റ്റ് ആണ്. അത് നമ്മൾ ആദ്യം എഴുതും, മൊബൈൽ. പിന്നെ എന്ത് വേണം? വിൽ അല്ലെങ്കിൽ ഷാല്. വിൽ. പിന്നെന്ത് വേണം? ബി. വിൽ ബി ചെക്ക് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം ചെക്ക്. ചെക്ക് CHCKED ചെക്ക്. ചെക്ക് ഷീലാവുമ്പോ അതിന്റെ മാറ്റണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭക്തപ്രിയ ഉണ്ടായില്ല.
ഷീ ആണെങ്കിൽ ഹെയർ എന്ന് മാറ്റണം, ഹീ ആണെങ്കിൽ ഹിം എന്ന് മാറ്റണം, ദേ ആണെങ്കിൽ ദം എന്ന് മാറ്റണം, ഐ ആണെങ്കിൽ നീ എന്ന് മാറ്റണം, വി ആണെങ്കിൽ അസ് എന്ന് മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൂരെ പറയാം. ഷീ ആണെങ്കിൽ ഹെയർ എന്ന് മാറ്റണം, ഹി ആണെങ്കിൽ ഹിം എന്ന് മാറ്റണം, ദേ ആണെങ്കിൽ ദം എന്ന് മാറ്റണം, ഐ ആണെങ്കിൽ മീ എന്ന് മാറ്റണം, ബി ആണെങ്കിൽ അസ് എന്ന് മാറ്റണം. അപ്പൊ ഇവിടെ ആൻസർ എന്ന് വരും they will check the mobile എന്നുള്ളത് മൊബൈൽ will be checked, CHECKED, checked by her. Mobile will be checked by her. പിടികിട്ടിയോ സ്മിത? കിട്ടി. ഭക്തപ്രിയക്കോ? മനസ്സിലായി. സിമ്പിൾ അല്ലേ? അപ്പൊ രണ്ട് വാചകം പറയാം. He will consider you. ഒരെണ്ണം. രണ്ടാമത്തത് I will buy, B-U-Y, buy a new scooter. I will buy a new scooter. എഴുതിക്കോളൂ, കഴിയുമ്പോ പറയാം. കഴിഞ്ഞോ ഭക്തപ്രിയ? അല്ല സ്മിത? കഴിഞ്ഞു സാറേ. ഓക്കെ, ഭക്തപ്രിയ കഴിയുമ്പോ പറയാനാണ്. മരുന്നൊക്കെ ഉണ്ട് അസ്മിത? ഉണ്ട്. വെരി ഗുഡ്. എന്നാ വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോ, കുറച്ചു നേരം. ടേക്ക് സം റെസ്റ്റ്. ഓക്കെ സർ. ഓക്കെ. എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായില്ല. ആദ്യത്തെ വായിക്കും. ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. He will consider you. He will consider, ആൻസർ ഞാൻ പറയാം, ശ്രദ്ധിച്ചാൽ മതി. He will consider you. അവൻ നിന്നെ പരിഗണിക്കും. യെസ്, അവൻ നിന്നെ പരിഗണിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ രണ്ട് ചോദ്യം പറഞ്ഞു, ആരെ അല്ലെങ്കിൽ എന്ത് പരിഗണിക്കും? ഒരു ഉത്തരവില്ല. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും, ആരെ പരിഗണിക്കും? നിന്നെ. അപ്പൊ യു എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. അപ്പൊ യു ആണ്. യു പിന്നെ വില്ല് ചേർത്ത്, പിന്നെ ബി ചേർത്ത്, യു വിൽ ബി. അത്രയും വരെ ഓക്കെ. ഇനി വേണ്ടത് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്.
കൺസിഡർ എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് കൺസിഡേർഡ്, ഇഡിയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇഡിയാണ്. അപ്പൊ ഇവിടെ ഇഡി വരും. അപ്പൊ ഇത് വരും യു വിൽ ബി കൺസിഡേർഡ്. ഇനി ഹി എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് മാറ്റം പറഞ്ഞു ഞാൻ ഹിം എന്ന് മാറ്റണം. എഴുതുക, മുന്നില് BY എന്ന് ചേർക്കുക. യു വിൽ ബി കൺസിഡേർഡ് ബൈ ഹിം. ഇതാണ് എന്റെ ആൻസർ. സംശയം ഉണ്ടെങ്കിൽ ഭക്തപ്രിയ ചോദിക്കാം. കഴിഞ്ഞോ ഭക്തപ്രിയ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. I will buy a new scooter. I will buy a new scooter. ഞാൻ പുതിയ ഒരു സ്കൂട്ടർ വാങ്ങും. I will buy a new scooter. ഞാൻ പുതിയൊരു സ്കൂട്ടർ വാങ്ങും. ആരെ വാങ്ങും? ഉത്തരമില്ല. എന്ത് വാങ്ങും? ഒരു പുതിയ സ്കൂട്ടർ. അല്ല, a new scooter. അതാണ് നമുക്ക് ഓബ്ജക്റ്റ്. A new scooter will be ചേർക്കും. will be പിന്നെ ബൈ വാങ്ങുക. അതിന്റെ മൂന്നാമത്തെ ഫോം അറിയാം. ബൈ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വോട്ട് എന്നാണ്. BOUGH. എന്താണ്? വോട്ട് BOUGH. A new scooter will be bought by me. BOUGH. യെസ്. അടുത്ത വാചകം. ഇത് രണ്ടെണ്ണം ഉണ്ടാകുന്നുള്ളൂ. അല്ല, അടുത്ത് ഞാൻ പറയാം. ഹി വിൽ കണ്ടിന്യൂ. He will continue hospital administration course. He will continue hospital administration course. അടുത്തത്. They will clean the room very quickly. They will clean the room very quickly. QUICK. അപ്പൊ രണ്ട് വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറ്റുമോ എന്ന് നോക്ക്. പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു. ഓരോരുത്തരും വന്ന് നോക്കി പോലുണ്ട് അല്ലെ ഭക്തപ്രിയ? എന്റെ തലവട്ടം കാണുമ്പോ അയ്യോ എന്ന് പറഞ്ഞ ഓടെയുള്ളതാണ് അല്ലേ? യെസ്, ഇംഗ്ലീഷിന് പരീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്.
കഴിഞ്ഞു സാറേ.
പ്രിയ പ്രിയ പറയൂ സർ. വായിച്ചോളൂ. How will continue hospital administration course? അല്ല, he will continue hospital administration course. He will continue hospital administration course. അപ്പൊ എന്റെ ആൻസർ എന്ത് വരും? ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഒബ്ജക്റ്റ് ഏതാണ്? Hospital administration. കോഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. പിന്നെ Continued by him. will be continued. കണ്ടിന്യൂ എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ will be continued by him. ഇതാണ് എന്റെ ആൻസർ. ഓക്കെ, അടുത്ത ആൻസർ. They will clean the room very quickly. Okay, they will clean the room very quickly. ആൻസർ വായിച്ചോ ഭക്തപ്രിയ. Very quickly clean the room by them. ചെറിയ മിസ്റ്റേക്ക് പറ്റി അതെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും. അവര് വളരെ വേഗം റൂം വൃത്തിയാക്കും. എപ്പോൾ വൃത്തിയാക്കും? എങ്ങനെ വൃത്തിയാക്കും? വളരെ വേഗം. എങ്ങനെ എന്നുള്ളതിന്റെ ആൻസർ ആണ് വെരി ക്വിക്ക്ലി. എങ്ങനെ എന്നുള്ളതിന്റെ ആൻസർ ഓബ്ജക്റ്റ് അല്ല. ആര് അല്ലെങ്കിൽ എന്ത്, ഹും ഓർ വാട്ടിന്റെ ഉത്തരമായിരിക്കും ഓൾവേസ് ഒബ്ജക്റ്റ്. അപ്പൊ ചോദിക്കുക, ആരെ വൃത്തിയാക്കും? ആൻസർ ഇല്ല. എന്ത് വൃത്തിയാക്കും? റൂം. അപ്പൊ ദ റൂം എന്നുള്ളതാണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. ദ റൂം will be clean എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ക്ലീൻ, CLEANED, cleaned very quickly by them. ഇതാണ് എന്റെ കറക്റ്റ് ആൻസർ. The room will be cleaned, CLEANED, cleaned very quickly by them. ഓക്കെ, അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ഭക്തപ്രിയ, ഓക്കെ സ്മിത, ബൈ. Thank you, sir. ഓക്കെ, ഓക്കെ സ്മിത.